ഓഗസ്റ്റ് 17 ശനിയാഴ്ച. മത്തായി 19:13 മുതൽ 15 വരെ വാക്യങ്ങൾ. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഇന്നലെ കുർബാനയ്ക്ക് ശേഷം കുട്ടികളുടെ ഒരു പ്രദക്ഷിണം നടന്നു. വിവിധ ദേശീയ നേതാക്കളെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും പ്രതിനിധീകരിച്ച് കുട്ടികൾ വർണ്ണാഭമായ വസ്ത്രങ്ങൾ അണിഞ്ഞു. ചിലർ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, ഡോക്ടർ അംബേദ്കർ, സരോജിനി നായിഡു, ഝാൻസി റാണി, മദർ തെരേസ, മൻമോഹൻ സിംഗ്, ഉമ്മൻചാണ്ടി, സുഭാഷ് ചന്ദ്രബോസ് എന്നിവരെ പോലെ ഡ്രസ് ചെയ്ത് അണിനിരന്നു. ഈ വേഷവിധാനങ്ങൾ ധരിക്കുന്നതിന് അവർ വളരെ ആവേശഭരിതരായിരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും മൂല്യങ്ങളും അവരുടെ ചിത്രങ്ങളും നമ്മുടെ കുട്ടികളിൽ സന്നിവേശിപ്പിക്കാനുള്ള മികച്ച അവസരമായിരുന്നു അത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് അനേകം കുട്ടികളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നത് നാം കാണുന്നു. അവൻ അവരെ സ്പർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി. എന്നാൽ ശിഷ്യന്മാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കുട്ടികളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്ന മാതാപിതാക്കളെ അവർ ശാസിച്ചു. ശിഷ്യന്മാർ ഈ ചെയ്തത് യേശുവിന് ഇഷ്ടപ്പെട്ടില്ല. അവൻ അവരോട് കർശനമായ സ്വരത്തിൽ പറഞ്ഞു, കുട്ടികളെ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുവിൻ, എന്തെന്നാൽ സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ്. പിന്നെ യേശു കുട്ടികളുടെ മേൽ കൈകൾ വെച്ച് അവരെ അനുഗ്രഹിച്ചു. കുട്ടികളെ നമ്മുടെ അടുത്തേക്ക് വരാൻ നമ്മൾ അനുവദിക്കുന്നുണ്ടോ? ശിഷ്യന്മാരെ പോലെയുള്ള ചില മുതിർന്നവർ യേശുവിനെ സമീപിക്കുന്നതിൽ നിന്ന് കുട്ടികളെ തടയുന്നു. മാതാപിതാക്കന്മാർ അല്ലെങ്കിൽ മുതിർന്നവർ എന്ന നിലയിൽ കൊച്ചുകുട്ടികളെ യേശുവിൻ്റെ അടുക്കൽ വരുന്നതിൽ നിന്ന് നാം തടസ്സപ്പെടുത്തുന്നുണ്ടോ? നമുക്ക് നമ്മുടെ പെരുമാറ്റം പരിശോധിക്കാം. നമ്മൾ അറിയാതെ തന്നെ ഒരുപക്ഷെ പല കുട്ടികളും യേശുവിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ വളരുന്നതിൻ്റെ കാരണം നമ്മൾ തന്നെയാകാം. യേശു കുഞ്ഞുങ്ങളെ എപ്പോഴും സ്വാഗതം ചെയ്യുന്നു. അവൻ്റെ ഹൃദയത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. സാധാരണയായി കുട്ടികൾ മുതിർന്നവരെക്കാൾ ദുർബലരാണ്. യേശുവിൻ്റെ എല്ലാ പഠിപ്പിക്കലുകളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് ദുർബല വിഭാഗത്തെ, അവർ ദരിദ്രരാകാം, പാപികളാകാം, പാരമ്പര്യ നിമിത്തം അപ്രധാനമോ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോ ആകാം, അങ്ങനെയുള്ളവരെ സ്വാഗതം ചെയ്യുകയും പരിപാലിക്കുകയും യേശു ചെയ്യുന്നു. യേശുവിൻ്റെ അനുകമ്പ അവരിലേക്ക് പോകുന്നു. കുട്ടികൾ പൊതുവെ ദുർബലരാണ്. അവർ അതിജീവനത്തിനായി മുതിർന്നവരെ പൂർണ്ണമായും ആശ്രയിക്കുന്നു. നാം ദൈവത്തിൻ്റെ കരുതലിലും സംരക്ഷണത്തിലും ആശ്രയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങൾ ജിജ്ഞാസയുള്ളവരും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനായി തുറന്ന മനസ്സുള്ളവരുമാണ്. മിക്കപ്പോഴും പഠിക്കുന്ന കാര്യത്തിൽ മുതിർന്നവരാണ് നേരെ വിപരീതം. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം മനസ്സിലാക്കുന്നത് 1-ാം ക്ലാസ്സിലാണ് എന്ന് പറയുന്നത് എത്രയോ ശരിയാണ്.
കുട്ടികളുടെ കളി നോക്കിയിരിക്കുന്നത് രസകരമാണ്. അവർ മുതിർന്നവരെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും അവർക്ക് ജന്മസിദ്ധമായൊരു കഴിവുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന കുട്ടികളെ ശ്രദ്ധിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ കണ്ടുമുട്ടുന്ന ആ കുട്ടിയിൽ നിങ്ങൾക്ക് അനുകരിക്കാൻ പറ്റുന്ന എന്താണ് അവരിൽ കാണുന്നത്? ചെറിയ ചെറിയ കാര്യങ്ങൾക്കുള്ള നന്ദിയാണോ? അല്ലെങ്കിൽ കുട്ടികളോടൊത്ത് കളിക്കുവാൻ അവർ നിങ്ങളെ ക്ഷണിക്കുകയാണോ? ഒരുപക്ഷെ അവരുടെ സന്തോഷത്തിൽ നമുക്കും പങ്കാളിയാകാൻ സാധിക്കും. നമ്മുടെ തന്നെ ഉള്ളിലുള്ള കുട്ടിയെ പുറത്തു കൊണ്ടുവരുവാൻ ഇതൊരു നല്ല അവസരമായിരിക്കും. എന്തായാലും ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ചെറിയ സമ്മാനങ്ങൾക്ക് സന്തോഷവും നന്ദിയും പ്രകടിപ്പിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.